തൊടുപുഴ മണ്ഡലം എന്ന് പറയുന്നത് തൊടുപുഴ മുനിസിപ്പാലിറ്റിയും 12 പഞ്ചായത്തും. ഒരു മുനിസിപ്പാലിറ്റിയും 12 പഞ്ചായത്തും വെച്ചാൽ എന്തൊരു വലിയ മണ്ഡലമാണ്. 13 ലോക്കൽ ബോഡി വരുന്നതാണ് തൊടുപുഴയിലെ. ഗോഡ്, ഇത് വല്ലാത്തൊരു അത്ഭുതപ്പെടുത്തുന്ന ഒരു ഫിഗറാണ്. UDF 66,000 വോട്ട്, 53% വോട്ടുള്ളപ്പം രണ്ടാം സ്ഥാനത്ത് സ്വതന്ത്രരും മറ്റു പാർട്ടിക്കാരുമാണ്. മറ്റു പാർട്ടിക്കാർ ഇതിനകത്ത് 2020 BD അങ്ങനെയുള്ള പാർട്ടിക്കാർ മത്സരിച്ചിട്ടുണ്ട്, മുന്നണിയിൽ ഇല്ലാണ്ട്. അതിൻ്റെയും കൂടെ ആവാം. എന്തായാലും അതൊരു LDF മൂന്നാമതാണെന്നുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുന്നണി ചിലപ്പോൾ LDF സപ്പോർട്ട് ചെയ്യുന്ന സ്വതന്ത്രം കാണും കേട്ടോ. UDF സപ്പോർട്ട് ചെയ്യുന്ന സ്വതന്ത്രം നമുക്കറിയത്തില്ല അതെങ്ങനെയാണെന്ന്. ഇപ്പോൾ സ്വതന്ത്രം എന്നുള്ള രീതി തന്നെയാണ്. എന്നാലും മുന്നണിയുടെ പേരിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചിട്ട് LDF എന്നുള്ള മുന്നണി ആദ്യമായിട്ട് മൂന്നാം സ്ഥാനം പോകുന്നത് ഞാൻ വേറൊരു മുന്നണി കയറാണ്ട് പോകുന്നത് ആദ്യമായിട്ട് കാണുന്നത്. 31,297 വോട്ടേ ഉള്ളൂ. BJPക്ക് 16,000 വോട്ട്, താരതമ്യേന കുറച്ച് ബെറ്ററാണ്. ഇടുക്കി ജില്ലയിലെ 10% വോട്ടുണ്ട്. 10-ഒരാളേലും വോട്ട് ചെയ്യുന്നുണ്ട് BJPക്ക്. അപ്പം UDF മെമ്പർമാർ നോക്കി കഴിഞ്ഞാൽ UDF 137 മെമ്പർമാരുള്ളപ്പം സ്വതന്ത്രമായിട്ട് 36 പേരുണ്ട്. LDF 28 പേരേ ഉള്ളൂ. NDAക്ക് 16. LDF 28 എന്ന് പറയുമ്പോൾ ഒരു 1/4 4-കാട്ടിലും കുറവാണ്. പിന്നെ ഇനി ഡേറ്റ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, UDF ഒരു ക്ലിയർ കട്ട് മെജോറിറ്റിയിൽ ഇരിക്കുന്നൊരു തൊടുപുഴയിൽ UDF ജയിക്കും. നല്ലൊരു മാർജിനിൽ, വലിയൊരു മാർജിനിൽ UDF ജയിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. തൊടുപുഴ BJP 2020 കൊടുത്തിട്ടുണ്ട്. ഒരു BJPയുടെ ഒരു വോട്ട് NDAയുടെ വോട്ടൊന്ന് കൂടുമായിരിക്കാം. അതാണ് എൻ്റെ ഒരു അനാലിസിസ്.